Bimolecular nucleophilic substitution reaction or SN2 reaction. Now S stands for substitution, N stands for nucleophilic and 2 represents the bimolecular reaction. Now what are the features of അതിനു മുന്നേ SN2 റിയാക്ഷൻ എന്ന് പറയുന്നത് ബേസിക് ഓർഗാനിക് കെമിസ്ട്രി റിയാക്ഷനിലുള്ള ഒരു പർട്ടിക്കുലർ മെക്കാനിസം ഓർ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മെക്കാനിസം ആണ്. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, it is kinetically second order. It follows, this substitution reaction follows second order kinetics. Now the rate depends on both the substrate and nucleophile. Substrate-നെയും ഡിപ്പെൻഡ് ചെയ്യും, nucleophile-നെയും എന്താ പറയുക ഡിപ്പെൻഡ് ചെയ്യും റേറ്റ്. ഓക്കെ, therefore the rate law is given by rate is equal to rate constant K into concentration of substrate into concentration of nucleophile. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നത് പറയുന്നത്. നോക്കിയേ, ഓർഡർ എന്ന് പറയുന്നത് നമ്മളെ കോൺസെൻട്രേഷൻ ടേംസിൻ്റെ സമ്മ്. ഇവിടെ റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ പവർ 1 ആണ്, ന്യൂക്ലിയോഫൈൽ കോൺസെൻട്രേഷൻ്റെ പവറും 1 ആണ്. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. therefore അതുകൊണ്ടാണ് അതിന് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. Now, for example, you consider the reaction between CH3Br and OH minus. Here, the substrate is CH3Br and the nucleophile is OH minus. പ്രോഡക്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഇവിടെ നോക്കണ്ട. ബാക്കിയുള്ള സബ്സ്ട്രേറ്റും ന്യൂക്ലിയോഫൈലും കമ്പയർ ചെയ്ത് സബ്സ്ട്രേറ്റും ന്യൂക്ലിയോഫൈലും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ്, ഈ പർട്ടിക്കുലർ റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെ എഴുതാം? റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ്. ഹിയർ ദ സബ്സ്ട്രേറ്റ് ഈസ് CH3Br and the concentration of nucleophile, negatively charged nucleus loving species, okay, OH minus. Here the OH minus. Now we have to discuss about the mechanism. അതിനു മുന്നേ മെക്കാനിസത്തിലെ മെയിൻ ഫീച്ചേഴ്സ് പറയാം. ഇറ്റ് ഈസ് എ സിംഗിൾ സ്റ്റെപ്പ് ഓർ കൺസേർട്ടഡ് റിയാക്ഷൻ. റിയാക്റ്റൻസ് പ്രോഡക്റ്റായി മാറുന്നത് ഒരു സിംഗിൾ സ്റ്റെപ്പിലാണ്. ആൻഡ് ദർ ഈസ് നോ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ. That means റിയാക്റ്റൻ്റ് പ്രൊഡക്റ്റായി മാറുന്നതിനിടയിൽ ദർ ഈസ് നോ ഇൻ്റർമീഡിയറ്റ് ഫോർമേഷൻ. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ മെക്കാനിസത്തെ ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയും. ദാറ്റ് ഈസ് ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് മേക്കിംഗ് ഒക്കേഴ്സ് സൈമിൾട്ടേനിയസ്ലി. കാരണം പിന്നെ റിയാക്ഷൻ ഞാൻ പറയുന്നു കൂടുതലായിട്ട് മനസ്സിലാവുമ്പോൾ, മീൻസ് റിയാക്ഷൻ പറയുമ്പോൾ കൂടുതലായിട്ട് മനസ്സിലാവും. ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മെക്കാനിസമാണ്. ഒരേ സ്റ്റെപ്പിൽ തന്നെ റിയാക്ഷനിൽ റിയാക്റ്റൻറ്റിൻ്റെ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുന്നു. അതേപോലെ തന്നെ ന്യൂ അറൈവിങ് ന്യൂക്ലിയോഫൈലിൻ്റെ ബോണ്ട് മേക്കിംഗ് നടക്കുന്നു. ഓക്കെ, ബോണ്ട് ബ്രേക്കിംഗ് ആസ് വെൽ ആസ് ബോണ്ട് മേക്കിംഗ് ടേക്സ് പ്ലേസ് സൈമിൾട്ടേനിയസ്ലി. അതിനെയാണ് ഡയറക്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. ആൻഡ് ഒക്കേഴ്സ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഇൻ സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് R കോൺഫിഗറേഷൻ, S കോൺഫിഗറേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇഫ് ദ റിയാക്റ്റൻറ്റ് ഈസ് R ദെൻ ദ പ്രൊഡക്റ്റ് ഈസ് S. ആൻഡ് ഇഫ് ദ റിയാക്റ്റൻറ്റ് ഈസ് എസ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഈസ് ആർ. ഓക്കെ, അത് കൂടുതലായിട്ട് വീണ്ടും വാൾഡൻ ഇൻവേർഷൻ എന്ന് പറയുന്ന ടേമിൽ അല്ലെങ്കിൽ ടൈറ്റിൽ വീണ്ടും ഒന്നുകൂടെ പറയും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെക്കാനിസം ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നൗ അതിൻ്റെ ഒരു റിയാക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ CH3Br ആൻഡ് OH മൈനസ്. ഫസ്റ്റ് വൺ, nucleophile attacks from the back side 180 degree away from the ലീവിങ് ഗ്രൂപ്പ്. എവേ ഫ്രം ലീവിങ് ഗ്രൂപ്പ്. ഓക്കെ, ഇവിടെ ലീവിങ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് Br ആണ്. ഓക്കെ, Br മൈനസ് പോയിട്ട് വേണം ആ സ്ഥാനത്തേക്കായിരിക്കും വരാൻ OH മൈനസിൽ വരാം. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അഡീഷണല്ല, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. ഓൾറെഡി CH3Br എന്ന് പറയുന്ന മോളിക്യൂളിലുള്ള Br ആറ്റം അല്ലെങ്കിൽ Br മൈനസ് എന്ന് പറയുന്ന സ്പീഷീസ് അവിടുന്ന് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ലീവ് ചെയ്ത് പോകണം. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. ആര് വരുന്നു? OH മൈനസ് വരുന്നു. ആൻഡ് ഹിയർ ദ ലീവിങ് ഗ്രൂപ്പ് Br, അതേപോലെ തന്നെ ന്യൂക്ലിയോഫൈൽ OH മൈനസ്. Br എന്ന് പറയുന്ന ഗ്രൂപ്പ് അലൈൻ ചെയ്തിരിക്കുന്നതിൻ്റെ 180 ഡിഗ്രി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്, ദാറ്റ് മീൻസ് ബാക്ക് സൈഡ് അറ്റാക്കാണ് OH മൈനസ് അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽ വരുന്നത്. നൗ രണ്ടാമത്തെ സ്ട്രക്ചർ നമുക്ക് കാണാൻ പറ്റും. ദ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് മേക്കിംഗ് ബോണ്ട് മേക്കിംഗ് ടേക്സ് പ്ലേസ് ഇൻ സിംഗിൾ സ്റ്റെപ്പ്.
അവിടെയാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സ്പീഷീസ് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് വരുന്നത്. നോക്കിയേ, OH ബോണ്ട്, കാർബൺ OH ബോണ്ട് അല്ലെങ്കിൽ കാർബൺ ഓക്സിജൻ ബോണ്ട് പാർഷ്യലി അവിടെ നിർമ്മിക്കപ്പെട്ട് വരുന്നുണ്ട്. ആൻഡ് ദ കാർബൺ BR ബോണ്ട്, കാർബൺ ബ്രോമിൻ ബോണ്ട് ഓൾറെഡി ഉള്ള ബോണ്ടാണ് അത് മോളിക്യൂൾ, അതെന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പാർഷ്യലി ബോണ്ട് മേക്കിങ്ങും ബോണ്ട് ബ്രേക്കിങ്ങും അവിടെ നടന്നു കഴിഞ്ഞു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, ആ BR മൈനസ് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് പോകുന്നു ഓർ ലീവ് ചെയ്ത് പോകുന്നു. പകരം ആര് വരുന്നു, OH ഗ്രൂപ്പ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു. അവിടെ അംബ്രല, ഫ്ലിപ്ഡ്, ഇൻസൈഡ് ഔട്ട് എന്നൊക്കെ കൊടുത്ത് കാണാം. അത് സ്റ്റീരിയോ കെമിസ്ട്രി പാർട്ടിൽ വീണ്ടും പറയും. നെക്സ്റ്റ്, എനർജി പ്രൊഫൈൽ ഡയഗ്രാം. ഇൻ ദ എനർജി പ്രൊഫൈൽ ഡയഗ്രാം ഇൻ ദി എക്സ് ആക്സിസ് റിയാക്ഷൻ കോർഡിനേറ്റ് ഓർ കോസ് ഓഫ് റിയാക്ഷൻ ഒക്കെ പറയാം. ദെൻ വൈ ആക്സിൽ എനർജി, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവിടെ എനർജി കൂടുതലുള്ള CH3Br സബ്സ്ട്രേറ്റ് ആൻഡ് OH മൈനസ് കുറച്ച് ഹൈ ലെവലിൽ കൊടുത്തിരിക്കുന്നതാണ്. റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നു. ഹയസ്റ്റ് പീക്കിൽ ആര് വരുന്നു, ട്രാൻസിഷൻ സ്റ്റേറ്റ്, ഹൈ എനർജി സ്റ്റേറ്റിലുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ്. ദെൻ എനർജി കുറഞ്ഞ് വരുന്നു, ലിബറേറ്റ് ചെയ്ത് ലാസ്റ്റ് എന്തായിട്ട് മാറുന്നു, പ്രൊഡക്റ്റായിട്ട് മാറുന്നു. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ എനർജി പ്രൊഫൈൽ ഡയഗ്രാം. സിമ്പിളാണ് കമ്പയർ ടു SN1 റിയാക്ഷൻ. ഓക്കെ, നൗ ദ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് SN2 റിയാക്ഷൻ ഓർ വാൾഡൺ ഇൻവേർഷൻ എന്ന് പറയും. Now in SN2 reaction, the product formed as a configuration opposite to that of the substrate. നേരത്തെ പറഞ്ഞു റിയാക്ഷനിലുള്ള സബ്സ്ട്രേറ്റിൻ്റെ കോൺഫിഗറേഷൻ R ആണെങ്കിൽ അവസാനം കിട്ടുന്ന പ്രൊഡക്റ്റ് S ആയിരിക്കും. റിയാക്ടറിലുള്ള അല്ലെങ്കിൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സബ്സ്ട്രേറ്റിൻ്റെ കോൺഫിഗറേഷൻ S ആണെങ്കിൽ പ്രൊഡക്റ്റ് R ആയിരിക്കും. ഓക്കെ, അതിനെയാണ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. Now this inversion of configuration is known as Walden inversion. So in SN2 reaction, the product formed as a configuration opposite to that of the substrate, and this inversion of configuration is known as Walden inversion. For example, പറയുമ്പോൾ ക്ലിയർ ആവും. You consider S+2 bromo octane reacting with the sodium hydroxide. Means OH മൈനസ് ആണ് ഇവിടെയുള്ള ന്യൂക്ലിയോഫൈൽ. SN2 റിയാക്ഷൻ നടക്കുന്നു. SN2 റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് R-2 ഒക്ടനോളാണ്. അപ്പോൾ ഇവിടെയുള്ള 2 ബ്രോമോ ഒക്ടേൻ S കോൺഫിഗറേഷനാണ്. ആൻഡ് ദ പ്രോഡക്റ്റ് ഫോംഡ് 2 ഒക്ടനോൾ ഈസ് R. ഓക്കെ, സബ്സ്ട്രേറ്റ് S ആണ്, പ്രൊഡക്റ്റ് R ആണ്. കോൺഫിഗറേഷൻ, സ്റ്റീരിയോ കെമിസ്ട്രി കോൺഫിഗറേഷൻ. ഓക്കെ, ദ സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് ദ കൈറാൽ സെൻറ്റർ, സബ്സ്ട്രേറ്റ് S ആണ്, പ്രോഡക്റ്റ് R ആണ്. അപ്പോൾ ഇതിനെയാണ് വാൾഡൻ ഇൻവേർഷൻ അല്ലെങ്കിൽ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്നൊക്കെ പറയുന്നത്. Now the factors affecting SN2 reactions of alkyl halides. First one, nature of the substrate. Now depending on the steric factors, the relative reactivity of alkyl halides in an SN2 reactions are found to be in the order methyl halide, primary alkyl halide, secondary alkyl halide and tertiary alkyl halide. കാരണം we already said that SN2 റിയാക്ഷനിൽ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്നത് ഫ്രം ദ ബാക്ക് സൈഡ് ഓഫ് ദ മോളിക്യൂൾ. ആൻഡ് ആ ന്യൂക്ലിയോഫൈൽ അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യുന്ന പാത്ത് ഹിൻഡേഡ് ആവാൻ പാടില്ല, സ്റ്റെറിക്കലി ഹിൻഡേഡ് ആവാൻ പാടില്ല. ഓക്കെ, നമ്മൾ മീഥൈൽ ഹാലൈഡും ടേർഷറി ആൽക്കൈൽ ഹാലൈഡും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ് കാർബണിൻ്റെ മേലെ പ്രസൻ്റ് ആയിരിക്കുന്നത്, 3 ഹൈഡ്രജൻ. But in the case of tertiary alkyl halide, these 3 hydrogens are substituted by or replaced by any other groups. ഓക്കെ, അത് കുറച്ചും കൂടി ബൾക്കിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഹിൻഡേഡ് ആയിട്ടുള്ള ഗ്രൂപ്പായിരിക്കും. അപ്പോൾ ഹിൻഡേഡ് ആയിരിക്കുന്ന ഒരു മോളിക്യൂളിൽ നമ്മൾ ന്യൂക്ലിയോഫൈലിൽ വന്ന് അറ്റാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ലെസ് ഹിൻഡേഡ് ആയിട്ടുള്ള മോളിക്യൂളാണ് SN2 റിയാക്ഷനിൽ ഫാസ്റ്റ് ആയിട്ട് നടക്കുക അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുക എന്ന് പറയും. സോ when we are comparing primary, secondary and tertiary alkyl halide, also methyl halide, the methyl halide will undergo SN2 reaction in a faster rate. Okay, methyl halide, then primary. methyl കഴിഞ്ഞാൽ അടുത്ത ലെസ് ഹിൻഡേഡ് ആയിട്ടുള്ളത് പ്രൈമറി, അതിൻ്റെ അടുത്തായിട്ടുള്ളതാണെന്ത് സെക്കൻഡറി, ദെൻ മോർ ഹിൻഡേഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെറിക് ഫാക്ടേഴ്സ് കൂടുതലുള്ളതാണെന്ത് ടെർഷറി ആൽക്കൈൽ ഹാലൈഡ്. ദെൻ
Second factor is nature of the leaving group. Okay. Now, weaker the basicity of the group, the better is its leaving ability. അപ്പോൾ ലീവിങ് ഗ്രൂപ്പ്സ് ഉണ്ട് ഒരുപാട് പറയാം. അപ്പോൾ ആ ലീവിങ് ഗ്രൂപ്പിൻ്റെ ബേസിക് ക്യാരക്ടർ ഓർ ബേസിസിറ്റി കുറവാണെങ്കിൽ, ഓക്കെ, ലെസ് ബേസിക് ആണെങ്കിൽ, ലീവിങ് ഗ്രൂപ്പ് ലെസ് ബേസിക് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഓർ ഇറ്റ് ഈസ് എ ബെറ്റർ ലീവിങ് ഗ്രൂപ്പ്. Now, relative basicity of the halide ions are in the order. നമുക്ക് ഹാലൈഡ് അയോൺസിൻ്റെ ഓർഡർ നോക്കാം. റിലേറ്റീവ് ബേസിറ്റി നോക്കിയേ, അവിടെ ഏറ്റവും ബേസിറ്റി കുറവ് I-നാണ്, ദെൻ Br-, ദെൻ Cl-, ദെൻ F-. നമ്മൾ നേരത്തെ പറഞ്ഞു ബേസിസിറ്റി കുറവാണെങ്കിൽ എന്തായിരിക്കും, അത് ബെറ്റർ റിലീവിങ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ബേസിറ്റി ഏറ്റവും കുറവായിരിക്കുകയാണ് I-, അതുകൊണ്ട് തന്നെ I- ആയിരിക്കും ഇവിടെ ഉള്ളത് മോർ അല്ലെങ്കിൽ ഒരു ഗുഡ് ലീവിങ് ഗ്രൂപ്പ്. So the relative leaving ability of the halide ions are in the order I- greater than, Br- greater than, Cl- greater than, F-. Okay, ഒന്നുകൂടെ പറയാം. I- ലെസ് ബേസിക് ആണ്, therefore it is a good leaving group. Then the relative reactivity of alkyl halides in an SN2 reaction are in the order. ആൽക്കൈൽ ഹാലൈഡ് നേരത്തെ പറഞ്ഞു, ആൽക്കൈൽ ഹാലൈഡ്സിൽ അയഡിനുള്ള ഗ്രൂപ്പ്സ്, ഓക്കെ, അയഡിൻ ബെറ്റർ ലീവിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ RI ആൽക്കൈൽ അയോഡൈഡ്സ് ആണ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റർ റേറ്റിൽ SN2 റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ദെൻ RBr, ദെൻ RCl, ദെൻ RF. Now the third factor is nature of the nucleophile. Greater the nucleophilicity of a nucleophile, greater will be its SN2 reactivity. നെഗറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് ലവിങ് സ്പീഷീസ് ആണ് ജനറലി ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ന്യൂക്ലിയോഫിലിസിറ്റി കൂടുതലാണെങ്കിൽ, ഓക്കെ, ന്യൂക്ലിയോഫിലിസിറ്റി കൂടുതലാണെങ്കിൽ SN2 റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് SN2 റിയാക്ടിവിറ്റി. Now the order of the nucleophilicity of some common nucleophiles are, ഓക്കെ, ചില കോമൺ ആയിട്ട് കാണപ്പെടുന്ന ന്യൂക്ലിയോഫൈൽസിൻ്റെ SN2 റിയാക്ടിവിറ്റി ഓർഡർ എന്ന് പറയുന്നത് CH3- greater than NH2-, greater than OH-, greater than F-. Now the fourth one, nature of the solvent. Now the polar protic solvent like H2O, CH3OH, C2H5OH, etc. slow down the SN2 reaction. Polar protic solvents, water, മെത്തനോൾ, എത്തനോൾ, ഇതൊക്കെ പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ് എന്ന് പറയാം. ദീസ് പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ് വിൽ സ്ലോ ഡൗൺ SN2 റിയാക്ഷൻ. Now what is the reason for that? Polar protic solvent tend to stabilize the reactants rather than the transition state of SN2 reaction through ion dipole interaction. അതായത് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഓൾറെഡി SN2 റിയാക്ഷനിൽ കണ്ടു കഴിഞ്ഞു. ശരിക്കും ട്രാൻസിഷൻ സ്റ്റേറ്റിനെ സ്റ്റേബിൾ ആക്കുന്ന സോൾവെൻസ് ആണ് SN2 റിയാക്ഷനിൽ ആവശ്യം. പക്ഷേ പോളാർ പ്രോട്ടിക് സോൾവെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു അയോൺ ഡൈപോൾ ഇൻട്രാക്ഷൻ നമ്മളെ പോളാർ പ്രോട്ടിക് സോൾവെൻസ് റിയാക്റ്റൻസിനെയാണ് സോൾവേഷൻ നടത്തിക്കൊണ്ട് സ്റ്റെബിലൈസ് ചെയ്യുക. ഓക്കെ, ജനറലി റിയാക്റ്റൻസിനെ. അതുപോലെ തന്നെ ന്യൂക്ലിയോഫൈലൊക്കെ വന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, പോളാർ പ്രോട്ടിക് ആയതുകൊണ്ട് തന്നെ ഇതിനെന്ത് ചെയ്യത് സോൾവേറ്റ് ചെയ്യും. അതായത് ന്യൂക്ലിയോഫൈലിന് ചുറ്റും എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂളോ ഈ പറഞ്ഞിരിക്കുന്ന പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ് വന്ന് സോൾവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ട്രാൻസിഷൻ സ്റ്റേറ്റിനെ സ്റ്റേബിൾ ആക്കുന്നതിന് പകരം ഈ പറഞ്ഞിരിക്കുന്ന റിയാക്റ്റൻസിനെയാണ് അത് സ്റ്റേബിൾ ആക്കുന്നത്. സോ ഫസ്റ്റ് ജനറൽ പോയിൻ്റ് എന്ന് പറയുന്നത് പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ് സ്ലോ ഡൗൺ SN2 റിയാക്ഷൻ. നൗ പോളാർ എപ്രോട്ടിക് സോൾവെൻറ്റ്, അതേപോലെ തന്നെ നോൺ പോളാർ സോൾവെൻറ്റ് ലൈക്ക് അസറ്റോനൈട്രൈൽ, DMF, DMSO കോമൺലായിട്ട് കാണപ്പെടുന്ന നോൺ പോളാർ ഓർ പോളാർ അപ്രോട്ടിക് സോൾവെൻറ്റ്സ് ആണ് ഇതൊക്കെ, എക്സെട്ര ഫെസിലിറ്റേറ്റ് SN2 റിയാക്ഷൻ. പോയിൻ്റ് മാത്രം ഓർമ്മിച്ച് വെക്കുക. അതായത് പോളാർ പ്രോട്ടിക് സോൾവെൻറ്റ്സ് സ്ലോ ഡൗൺ SN2 റിയാക്ഷൻ ഡ്യൂ ടു അയോൺ ഡൈപോൾ ഇൻട്രാക്ഷൻ. ബട്ട് ഇൻ ദ കേസ് ഓഫ് പോളാർ aprotic solvent as well as non-polar solvent, there is no this type of ion dipole interaction, there is no solvation, therefore it facilitates SN2 reaction.